friends, welcome to Simis Nadan kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ml ഒരു കപ്പ് ആണ് ട്ടോ. ഇത് 2 ബ്രസ്റ്റ് പീസ് ആണ്. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത് ട്ടോ. അപ്പോൾ നമുക്ക് എല്ലുള്ളതോ എല്ലില്ലാത്തതോ ആയിട്ടുള്ള പീസസ് യൂസ് ചെയ്യാം ഇതിനു വേണ്ടിയിട്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മസാലയൊക്കെ എല്ലാ വശത്തും പരണ്ടതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ നമ്മൾ ചേർത്തിരിക്കുന്ന മസാല ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, മീഡിയം വലിപ്പത്തിലുള്ള 3 തക്കാളി, വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ഇനി ഇത് നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അത് വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 15 വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ആവശ്യത്തിന്. ഇത് എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ട് ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവുള്ളതൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാകും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. 1 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ വറുക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ വറുക്കാൻ ഒഴിക്കുന്ന പോലെ എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി. അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടണം. ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് 2 സൈഡും മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ചിക്കൻ മാത്രം കോരിയാൽ മതി, എണ്ണ എടുക്കണ്ട. ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വറുത്ത സെയിം എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് ഈ എണ്ണ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ഇത് ചെറിയ ജീരകമാണ്. ജീരകം മൂത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് വഴന്നതിന് ശേഷം തക്കാളി, ഇത് ഇച്ചിരി സമയം അടച്ചു വെക്കാം. തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്. ഈ പൊടിയെല്ലാം വഴറ്റിയെടുക്കണം. പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിന് എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ ചിക്കൻ വറുക്കുന്ന ആ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ കുറച്ച് താമസമുള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ആവുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇതൊക്കെ ഒന്ന് വഴന്ന് അത്രയും വന്നുവെച്ചാൽ മതി. ഇത് തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ.
ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണേ. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇച്ചിരി മല്ലിയില, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാകണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടോ. ഇത് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇച്ചിരി ഗരം മസാല ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു മണമായിരിക്കും കേട്ടോ. ഇതുപോലെ നല്ല കുറുകുറാന്നുള്ള കറിയാട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെയാണ്, അതുപോലെ കുബൂസ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാട്ടോ ഇത് നല്ലത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത്ര സ്വാദൊന്നുമില്ല കേട്ടോ, പക്ഷേ വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ നെടുകെ കീറിയിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില. ഗൾഫിൽ വെച്ച് ടിക്ക മസാല മേടിക്കുമ്പോഴത്തേക്കും ഇതുപോലെ അവർ മുട്ട വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.